അസ്സലാമലൈക്കും. അപ്പം നമുക്ക് രണ്ടാം പെരുന്നാൾക്ക് സദ്യ തന്നെയായിരുന്നു കേട്ടോ. ഉപ്പേരിയും അച്ചാറും അവിയലും പിന്നെ ഇഞ്ചിപ്പുളി പിന്നെ ചിക്കൻ പൊരിച്ചത് സാമ്പാർ കുമ്പളക്കറി പപ്പടം ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു സദ്യ പോലെ ആക്കിയതാണ് കേട്ടോ. ഒന്നാം പെരുന്നാൾക്ക് അതൊക്കെ തന്നെ ആയിരുന്നു. ഒന്നാം പേർക്ക് ബീഫ് ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെറിയ രീതിയിലാണ് ബിരിയാണി ഞാൻ അവിടെ നിന്ന് പാപ്പാളിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ ഇക്കാക്കാൻ്റെ മോളെ മിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആങ്ങളുടെ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ ആർക്കും ബിരിയാണി വേണ്ട, എല്ലാവർക്കും സാധാ ചോറും ഇങ്ങനത്തെ സദ്യയും മതി പറഞ്ഞ കുട്ടികളൊക്കെ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മളിതാ കുഞ്ഞാറ്റയ്ക്ക് നെസ്റ്റോ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെസ്റ്റോയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മന്തിയുടെ അരിയും കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ കുഞ്ഞാറ്റയ്ക്കും ഷാമൻക്കൊക്കെ അവിടെ കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും മുകളിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ പറയും കേട്ടോ, അതിലേതിലേലും കയറണം എന്നൊക്കെ പറയും. അപ്പോൾ അപ്പോൾ വേണ്ട പിന്നെ വരാറുണ്ട് ഇങ്ങനെ നീക്കി പോക്കട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ ഞാൻ വിചാരിച്ച് പാവല്ലേ കുറേ ആയില്ലേ പറയണേ, അപ്പോൾ കയറിക്കോട്ടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഒരു കാർഡ് എടുത്തിട്ടാ 500 രൂപയുടെ കാർഡ് എടുത്തിട്ട് അപ്പോൾ അവർക്ക് 2-3 എണ്ണത്തിലൊക്കെ കയറി കളിക്കാമല്ലോ. അപ്പോൾ കുഞ്ഞാറ്റി ഷാമോനെ അവിടുന്ന് അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ടിട്ടോ. അപ്പോൾ ഞാൻ ചിലത് വാങ്ങിയിട്ട് ചിലത് ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ വെക്കണമെന്ന് കേട്ടോ. അതിനിടയ്ക്ക് ഷാമോന് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ ചീത്ത പറയണമെന്ന് കേട്ടോ. കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയല്ല, അവർക്ക് നമ്മളെ പൈസയുടെ കാര്യങ്ങളും ഇതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് ഷാമ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് 20 അവന് കിട്ടിയ പൈസ ഇല്ല, അതിൽ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളും അവനിങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് നേരം പോകണത് അറിയില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് 7:30 വരെ 4 മണിക്ക് അങ്ങോട്ട് പോയിട്ട് 7:30 വരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് 7:30 ആയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ സമയം. ലാസ്റ്റ് ബസ് ഞങ്ങൾക്ക് കിട്ടിയെന്നിട്ട് 8 മണിക്കത്തെ ബസ്സായിട്ടാണ് കിട്ടിയത്. അവിടെ കുട്ടികളെ കളിക്കണ മേലേക്ക് കയറിയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ മിന്നൊക്കെ 3D സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ 3D ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ട് അപ്പോൾ കുഞ്ഞാറ്റിനോട് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ട് ഷാമൻ്റെ കൂടെ കാറിൽ അവിടെ ഇതിൽ കളിച്ചോ പറഞ്ഞപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ പറഞ്ഞ് ഞാൻ മിച്ചു തന്നാനും മിനുത്താനും കൂടി 3D സിനിമ കണ്ടോളാം, ഞാൻ അതിൽ കയറുന്നിലേക്ക് പേടിയാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞാറ്റ അത് കയറി അതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഷാമോൻ്റെ ഈ ഇതിലത്തെ കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു അവൾക്ക് വീണ്ടും ഈ വണ്ടിയിൽ കയറണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും കാർഡിൽ പൈസ കയറ്റിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവളെ കയറാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയാണ്, ഷാമോനും കൂടി ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ ഇവൾക്ക് പേടിയാണ്. അപ്പോൾ ഇവളുടെ കൂടെ അവനെ ഇരുത്താൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ വീണ്ടും 150 റുപ്യ വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞാറ്റോട് ഇനി മതി കയറണ്ട പറഞ്ഞിട്ട്. അവിടെ ചിക്കനും ഇതൊക്കെ നല്ല ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കനും മട്ടനും ബീഫും എല്ലാം നല്ല ഇതിലുണ്ട്. നമുക്ക് ചിക്കൻ അങ്ങനെ കിടക്കണമെന്ന് നമുക്ക് എന്തോ പോലൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഇത് ജ്യൂസാണ് കേട്ടോ. ജ്യൂസ് ഐറ്റംസുകൾ നല്ല അടിപൊളി വെറൈറ്റി രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും കേട്ടോ. അപ്പം ഷാമാനും കുഞ്ഞാറ്റായിരുന്നു ഓരോ ജ്യൂസൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ മേലൊക്കെ ഒന്നും വന്നില്ല കേട്ടോ. ഉമ്മനെ കാറുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാട്ടോ ഉമ്മ അങ്ങോട്ട് നെക്സ്റ്റോക്ക് വരാൻ തന്നെ നിന്നത്. കുട്ടികളൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ്, ഞങ്ങളെ കൂടെ മാത്രം അമ്മ വരൂല അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ഉമ്മ വന്നത്. ഉമ്മൻ്റെ കാലം അത്യാവശ്യം നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട്. അപ്പം മിച്ചു ഇവിടുന്ന് കൈതച്ചക്ക പൈനാപ്പിൾ ഉപ്പിലിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റ് ഉപ്പിലിട്ട് മാങ്ങ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഷാമോന് ക്യാരറ്റ് ഉപ്പിലിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട്. അപ്പോൾ മിച്ചു പറഞ്ഞ് അത് വേണ്ട, അതിലേക്ക് ടേസ്റ്റ് പൈനാപ്പിളാന്ന് പറഞ്ഞിട്ട് പൈനാപ്പിൾ വാങ്ങിയിട്ടാണ്. പക്ഷേ പൈനാപ്പിൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം നല്ല ഉപ്പും നല്ല പുളിയും ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ ഷാമു പറഞ്ഞ് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ക്യാരറ്റ് വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് ഓൻ തല്ലുകൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത്. പിന്നെ കേക്ക് ഐറ്റംസൊക്കെ നല്ല സൂപ്പറായിട്ട് അടിപൊളി കേക്ക് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കേക്കൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് സംഭവം അവിടെ സാധനം വാങ്ങാൻ വരുന്നതിനെക്കാട്ടിയും കൂടുതൽ ആളുകൾ വെറുതെ കറങ്ങി നടക്കാൻ വേണ്ടി വരുന്നവരാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ തന്നെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഏസിലെ ഇതൊക്കെ തണുപ്പൊക്കെ ആയിട്ട് സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ മുകളിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഇതിനൊക്കെ പോയ സമയത്ത് ഉമ്മമാരാണ് കേട്ടോ താഴത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ കയറി ഇതാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. കുഞ്ഞാറ്റ പിന്നെ നെസ്റ്റോക്ക് വരുന്നത് എന്തിനാണെന്ന് പറയുക, ആ സ്റ്റെപ്പിൻ്റെ മേലെ ഇങ്ങനെ കയറി കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. 2-3-4 വട്ടോളം അങ്ങനെ കയറി കളിച്ച്. പിന്നെ അവിടെ നിൽക്കണ ചേച്ചി പറഞ്ഞ് ഇനി കയറി കളിക്കരുത് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചീത്ത പറഞ്ഞാളെന്ന് പറഞ്ഞപ്പോൾ അവരത് പറഞ്ഞപ്പോൾ പിന്നെ അവൾ കയറി കളിച്ചിട്ടാ. അപ്പം തട്ടാ കയറാൻ വേണ്ടി നിൽക്കും. ഞാൻ തന്നെ കുറേ നേരം നിന്നിട്ട് പേടി മാറിയതിന് ശേഷം കയറിക്ക് സംഭവം കയറുമ്പോൾ കുഴപ്പമില്ല, ഇറങ്ങുമ്പോൾ ഭയങ്കര പേടി കേട്ടോ.
അപ്പോൾ നമ്മളെ ഷാമോന് ഇതാ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഓനക്ക് അത് ഓടിക്കാനൊരു വശം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ടി മുട്ടി നടുവിൽ ഇങ്ങനെ കറങ്ങി കളിക്കായിരുന്നു. പിന്നെ അവിടുത്തെ ആൺകുട്ടി പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് തിരിക്കുന്നൊക്കെ. പിന്നെ അവന് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ അവന് കാറൊക്കെ ഓടിച്ച് കളിച്ചിട്ട. അപ്പൊക്കെ പിന്നെ സമയം കഴിഞ്ഞിട്ടാ. അതുണ്ടാവും അവൻ ആദ്യമൊക്കെ വട്ടം കറങ്ങി കളിക്കട്ടെ. ഉമ്മമാരൊക്കെ കയറിയിട്ടുണ്ട് കുട്ടികളെ കൂടെ. അവിടെ ഒരു കുട്ടിയുടെ കൂടെ അവരെ ഉമ്മ ഇതൊക്കെ കയറിയിട്ടുണ്ട്. എന്നോട് കയറാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കയറിയില്ല കേട്ടോ. പിന്നെ അവൻ ലാസ്റ്റ് നമുക്ക് ഓൻ തന്നെ നല്ല രീതിയിൽ ഓൻ ഓടിച്ചിട്ടാ. പിന്നെ അവനൊരു ഗെയിമും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓനക്ക് പിന്നെ അതിലൊക്കെ നല്ല ആൺകുട്ടികളാകുമ്പോൾ അതിലൊക്കെ നല്ല ഇതുണ്ടാവുമല്ലോ. നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് ഈ സാധനത്തിൽ കയറാനാട്ടോ അവൾ പേടിയെന്ന് പറഞ്ഞിട്ട് അവൾ മാറി നിന്നത്. ഇവിടെ രണ്ടാമട്ടം കയറണം പറഞ്ഞ് വന്നപ്പോൾ പിന്നെ പൈസയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും 500 രൂപയുടെ കാർ എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ എന്തായാലും നല്ല അടിച്ചു പൊളിച്ച് കുട്ടികൾക്കൊക്കെ ഒരു ഇത്തിരി നേരം അവർക്ക് ഞാൻ എവിടെ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകലില്ല കേട്ടോ. പിന്നെ ആരെങ്കിലൊക്കെ പോകുമ്പോൾ കൂടെ പറഞ്ഞേക്കുക അങ്ങനെയൊക്കെ എന്നല്ലാതെ ഞങ്ങൾ എവിടെയോ ഒറ്റയ്ക്ക് അങ്ങനെ ടൂറൊന്നും പോക്കില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ കുട്ടി പെരുന്നാളൊക്കെ എല്ലാവരും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകണ്ട, അവർക്കും വേണ്ട ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാച്ചി ഷാമോനെ എപ്പോഴും ഇവിടെ പറയട്ടെ, നിങ്ങൾ എവിടെയും കൊണ്ടുപോകില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. എനിക്കൊന്നാമത് ഒറ്റയ്ക്ക് അങ്ങനെ എവിടെയും പോകണത് ഇഷ്ടമല്ല. പോവുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അങ്ങനെ പോകാമെന്നല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് രസമല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ എവിടെയും പോയില്ല. പിന്നെ ഇതാ നമ്മളെ ഷാമോനിതാ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ്. അപ്പോൾ ഷാമോൻ നല്ല രീതിയിൽ തന്നെ ഗെയിമൊക്കെ കളിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് പറയാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.